ദൃശ്യ സോഷ്യൽ മീഡിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് വയലാർ സാംസ്കാരിക വേദിയുടെ പതിനെട്ട് മുതൽ 28 വരെ നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അതിലെ പ്രോഗ്രാമും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടില്ല. ഉദ്ഘാടനം എല്ലാവരെയും ആകാത്തതുകൊണ്ടാണ് ഇന്നുകൂടി ഒരു പത്രസമ്മേളനം ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഒക്ടോബർ 17-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് മധുചന്ദ്രിക കണ്ണമൂലയിലുള്ള മധുസാറിൻ്റെ ഭവനത്തിൽ വെച്ച് വയലാറിൻ്റെ 50-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വയലാർ വജ്രരത്ന പുരസ്കാരം മലയാള സിനിമാ തറവാട്ടിലെ കാരണവരായ മധുസാറിനെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും MLA-യുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ സാർ സമർപ്പിക്കുന്നതാണ്. ഒക്ടോബർ 18 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വയലാറിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടുകൂടി പതാക ഉയർത്തി സാംസ്കാരിക ഉത്സവം ആരംഭിക്കുന്നു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് രാജ്മോഹൻ സാർ അധ്യക്ഷനായിട്ടുള്ള യോഗത്തിൽ ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത സമ്മേളനത്തിൻ്റെ കലാപരിപാടികളുടെ ഉദ്ഘാടനം പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറും പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലുങ്കലും ചേർന്ന് നിർവഹിക്കുന്നു. ഈ വർഷത്തെ വയലാർ ബാലഭാസ്കർ പ്രതിഭാ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ ഹരിശങ്കറിന്, വയലാർ നാട്യപ്രഭ പുരസ്കാരം കേരളശ്രീ കലാമണ്ഡലം വിമല മേനോനും സമർപ്പിക്കുന്നു. ഗുരുരത്നം ജ്ഞാന തപസി വയലാർ അനുസ്മരണവും മുഖ്യ അതിഥികളായിട്ട് MLA VK പ്രശാന്ത്, മുൻ മന്ത്രി VS ശിവകുമാർ, ഗാന്ധി ഭവൻ ചെയർമാൻ പുനലൂർ സോമരാജ് സാറ്, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, മുൻ മേയർ അഡ്വക്കേറ്റ് ചന്ദ്രിക, സാംസ്കാരിക പ്രവർത്തകൻ കോട്ടുകൽ കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് RS വിജയമോഹൻ എന്നിവർ പങ്കെടുക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ വിമലാലാസ്യം എന്ന ഗിരിജ ടീച്ചറിൻ്റെ റഗാറ്റ ഗിരിജ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അവരോടുള്ള ആദരസൂചകമായി നാട്യ ഗുരുപൂജ 7 മണി. 7 മണി മുതൽ ഗാനസന്ധ്യ, പാട്ടിൻ്റെ മടിശീല, വയലാർ മങ്കൊമ്പ അനുസ്മരണ ഗാനങ്ങൾ പ്രശസ്ത പിന്നണി ഗായകരായ രവിശങ്കർ, അഖില ആനന്ദ് തുടങ്ങിയവർ ആലപിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ ശ്രീ മുക്കമ്പാലമൂടി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ന് വീണ്ടും സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബർ 19 ഞായറാഴ്ച 4 മണിക്ക് മാർഗി ഉഷയുടെ കൂടിയാട്ടത്തോടു കൂടിയാണ് 2ാം ദിവസത്തെ പരിപാടി ആരംഭിക്കുന്നത്. 5:30 സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള നിർവഹിക്കുന്നു. മുഖ്യ അതിഥികളായി സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാന പിന്നണി ഗായകൻ ശ്രീ G വേണുഗോപാൽ, MR തമ്പാൻ, അഡ്വക്കേറ്റ് JR പത്മകുമാർ, CMB ജില്ലാ പ്രസിഡന്റ് ശ്രീ മനോജ്. 2025 വയലാർ സുവർണ സ്മൃതി കവിതാ പുരസ്കാരം പ്രശസ്ത കവി സുമേഷ് കൃഷ്ണ നൽകുന്നു. തുടർന്ന് ക്യാമറാമാൻ പുഷ്പൻ, പ്രശസ്ത സംവിധായകൻ ശ്രീ ബാലു കിരിയത്ത്, നിരൂപകനും സാഹിത്യകാരനുമായ TP ശാസ്തമംഗലം, പ്രശസ്ത എഴുത്തുകാരനായ നടിയുമായ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, സംവിധായകൻ രാധാകൃഷ്ണൻ മംഗലത്ത്, പ്രശസ്ത നടി കാലടി ഓമന എന്നിവരെ ആദരിക്കുന്നു. 6 മണി മുതൽ പ്രശസ്ത നർത്തകി സിതാര ബാലകൃഷ്ണൻ സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ട കച്ചേരി എന്ന വ്യത്യസ്തമായൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. 7 മണി മുതൽ വയലാർ P ഭാസ്കരൻ സ്മരണാഞ്ജലിയായി അല്ലിയാമ്പൽ കടവിൽ എന്ന നാമധേയത്തിൽ പിന്നണി ഗായകരായ ഖാലിദ്, തേക്കടി രാജൻ, BP പ്രീത തുടങ്ങിയവർ നയിക്കുന്ന ഗാനസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. 2025 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് നൃത്താവതരണം സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്നു. 5:30 സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, മുഖ്യ അതിഥികളായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, അഡ്വക്കേറ്റ് പരപുരം ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കുന്നു. നടന രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ശ്രീമതി ഗിരിജ ചന്ദ്രനെ വേദിയിൽ ആദരിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് നൃത്തസന്ധ്യ അവതരണം റിഗേറ്റയുടെ 100ഓളം കലാകാരികൾ ചേർന്ന് അവതരിപ്പിക്കുന്നു. അന്ന് വൈകുന്നേരമുള്ള ഗാനസന്ധ്യ ജോൺസൺ രവീന്ദ്രൻ മാസ്റ്റർ സ്മരണാഞ്ജലിയായിട്ടാണ്. നിശയുടെ ചിറകിൽ എന്നാണ് ആ ഗാനസന്ധ്യയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. പ്രശസ്ത ഗായകരായ മണക്കാട് ഗോപൻ, പ്രമീള,
അജിത് രാജ്, രശ്മി രംഗൻ, രഞ്ജിനി സുധീരൻ തുടങ്ങിയവർ നയിക്കുന്നു. ഒക്ടോബർ 21 ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 വയലാർ സിംഗേഴ്സിന്റെ ഗാനമേള. 40ഓളം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വയലാർ സിംഗേഴ്സിന്റെ ഗാനമേള. 5:30 സാംസ്കാരിക സമ്മേളനം മുൻ സ്പീക്കർ എം വിജയകുമാർ സാർ ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് പങ്കെടുക്കുന്നു. 6 മണിക്ക് നൃത്തസന്ധ്യ അവതരണം ചാമുണ്ഡി കലാക്ഷേത്രം. 7 മണി മുതൽ വയനാർ അർജുനൻ മാസ്റ്റർ ഗാനസന്ധ്യയാണ്. പാടാത്ത വീണയും പാടുമെന്നാണ് ആ ഗാനത്തിന് നാമധേയം നൽകിയിരിക്കുന്നത്. പ്രശസ്ത ഗായകനായ നിഖിൽ രാജാണ് ആ ഗാനസന്ധ്യ നയിക്കുന്നത്. അടുത്തത് ഒക്ടോബർ 22 ബുധനാഴ്ച വൈകിട്ട് 4:30 മുതൽ വിവിധ കലാപരിപാടികൾ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ അംഗങ്ങൾ അവതരിപ്പിക്കുന്നു. 5:30 സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ശ്രീ D. ദിവാകരൻ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ പന്തളം സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. 6 മണി മുതൽ നൃത്താവിഷ്കരണം. ശ്രീമതി ബിന്ദു പ്രദീപിന്റെ ഏകാംഗ നൃത്താവിഷ്കരണമാണ്. 7 മണി മുതൽ പ്രശസ്ത ഗായികയും സ്റ്റാർ സിംഗർ ഫെയിമുമായ ശ്രീമതി ആതിര മുരളി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഒക്ടോബർ 23 വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മുതൽ വയലാർ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള. വൈകുന്നേരം 5:30 സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ശ്രീ M. ഹസൻ ഉദ്ഘാടനം ചെയ്യുന്നു. മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ നൃത്താവിഷ്കരണം ഭാരതകല ഡാൻസ് അക്കാദമി. 7 മണി മുതൽ ഗാനസന്ധ്യ. പിന്നണി ഗായകനായ ശ്രീ സുദീപ്, സരിത രാജീവ് എന്നിവർ നയിക്കുന്നു. അന്ന് സലിൽ ചൗധരിയുടെ അനുസ്മരണമാണ്. ആ ഗാനമേളയ്ക്ക് അല്ലെങ്കിൽ ആ ഗാനസന്ധ്യയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ഇവിടെ പാട്ടിന്റെ സുഗന്ധം എന്നുള്ള ഗാനസന്ധ്യയാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ ട്രഷറർ ഒക്ടോബർ 24 വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ ഗാനമേള വയലാർ സാംസ്കാരിക വേദിയുടെ തന്നെ പ്രവർത്തകർ അവതരിപ്പിക്കുന്നു. 5:30 സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുന്നു. അന്ന് മുഖ്യ അതിഥികളായി പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ, കാര്യവട്ട ശ്രീകണ്ഠൻ നായർ, ശ്രീ ഷീല എബ്രഹാം എന്നിവർ പങ്കെടുക്കുന്നു. അന്ന് തന്നെ പ്രശസ്ത സാഹിത്യകാരൻ ജ്ഞാന വേണുവിന് അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ പുസ്തകത്തിന് വയലാർ സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് നൃത്തസന്ധ്യ ശ്രീ ഭദ്ര നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്നു. 7 മണി മുതൽ നാടൻപാട്ടിൻ്റെ രാജകുമാരി പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. ഒക്ടോബർ 25 ശനിയാഴ്ച വൈകുന്നേരം അന്ന് കഥാപ്രസംഗമാണ്. അന്നത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിച്ച പ്രശസ്ത ഗായകൻ ശ്രീ അയല ഉണ്ണികൃഷ്ണനായിരുന്നു. ഈ വർഷം വെൺമണി വിഷ്ണുവാണ്. അദ്ദേഹം പറയുന്ന കഥ ശ്രീ ചിത്തിര തിരുനാൾ. 5:30 സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിംസ് മെഡിസിറ്റിയുടെ ശ്രീ ഫൈസൽ ഖാനാണ്. അന്ന് മുഖ്യ അതിഥിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. 6 മണിക്ക് നൃത്തസന്ധ്യ അവതരണം ഗായത്രി നായർ, ആതിരാജി നായർ. വൈകുന്നേരം 7 മണി മുതൽ നിംസ് മെഡിസിറ്റി അവതരിപ്പിക്കുന്ന മെഗാ ഷോ. 2025 ഒക്ടോബർ 26 ഞായറാഴ്ച വൈകുന്നേരം 4:30 മയൂര സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും. 5:30 സാംസ്കാരിക സമ്മേളനം CMBയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ CP ജോൺ ഉദ്ഘാടനം ചെയ്യുന്നു. അന്ന് മുഖ്യാതിഥികളായി ശ്രീ വിളക്കുടി രാജേന്ദ്രൻ പങ്കെടുക്കുന്നു. 6 മണി മുതൽ നൃത്തസന്ധ്യ അവതരണം ലക്ഷ്യ സ്കൂൾ ഓഫ് പെർഫോമൻസ്. വൈകുന്നേരം 7 മണി മുതൽ മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീറാമും സുരേഷ് വാസുദേവും കാഞ്ചന ശ്രീറാമും അവതരിപ്പിക്കുന്ന മധുരിക്കും ഓർമ്മകൾ എന്ന ഗാനസന്ധ്യയാണ്. 27 വയലാറിൻ്റെ വിട പറഞ്ഞിട്ട് 50 വർഷം തികയുന്ന അന്ന് ഒക്ടോബർ 27 വൈകുന്നേരം ഈ ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനമാണ്. 4 മണി മുതൽ സംഗീത കച്ചേരി അമൃത സതീഷ്. വൈകുന്നേരം 6 മണിക്ക് വയലാർ സുവർണ സ്മൃതി വർഷ സമാപന സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലാണ്. അന്ന് ആന്റണി രാജു MLA പങ്കെടുക്കുന്നു, EM നജീബ് പങ്കെടുക്കുന്നു. അതോടൊപ്പം ഈ വർഷത്തെ ഞങ്ങളുടെ വയലാർ സ്മൃതി സുവർണവർഷ സംഗീത പുരസ്കാരം നൽകുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷിനാണ്.
ഈ വർഷത്തെ വയലാർ സുവർണ സ്മൃതി വർഷ ഗാനരചന പുരസ്കാരം നൽകുന്നത് പ്രശസ്ത ഗാനരചയിതാവ് ആർ കെ ദാമോദരനാണ്. വയലാർ സുവർണ സ്മൃതി വർഷ ഗായക പുരസ്കാരം നൽകുന്നത് ഈ വർഷം മരണാനന്തര ബഹുമതിയായിട്ട് ശ്രീ കെ പി ബ്രഹ്മാനന്ദനാണ്. അതേപടി ഈ വർഷം ഞങ്ങൾ AP കോമളയുടെ പേരിൽ കൂടി ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ AP കോമള ഗായക പുരസ്കാരം നൽകുന്നത് പ്രശസ്ത സിനിമാ പിന്നണി ഗായിക പുഷ്പവതിക്കാണ്. തുടർന്ന് പിന്നണി ഗായകരായ രാകേഷ് ബ്രഹ്മാനന്ദൻ, ജോസ് സാഗർ, സിന്ധു പ്രതാപ് എന്നിവർ നയിക്കുന്ന ഋതുഗീതങ്ങൾ എന്ന ഗാനസന്ധ്യയോടുകൂടി ചടങ്ങ് അവസാനിക്കുന്നതാണ്. അതോടൊപ്പം ഈ വർഷം ഞങ്ങൾ ഗാന്ധി എന്ന നാടകത്തിന് ഈ വർഷം ഞങ്ങൾ നൽകിയ ഈ വർഷം നാടക പുരസ്കാരം പത്തനാപുരം തിയേറ്റർ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഗാന്ധി എന്ന നാടകത്തിനാണ്. അതും 1-ാമത്തെ ദിവസം, അതായത് 18-ാം തീയതി നൽകുന്നു. അതോടൊപ്പം തന്നെ വയലാർ രാമവർമ്മ സാംസ്കാരിക ഈ വർഷത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വയലാർ ബാലഭാസ്കർ പ്രതിഭാ പുരസ്കാരം. അത് ഈ വർഷം ഞങ്ങൾ നൽകുന്നത് പ്രശസ്ത ചലച്ചിത്ര ഗായകൻ ശ്രീ ഹരിശങ്കറിനാണ്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുക്കമ്പാലമുടി രാധാകൃഷ്ണനും അതോടൊപ്പം ഇതിൻ്റെ കൺവീനർ ശ്രീ വിജയകുമാറുമാണ്. ഞാൻ സെക്രട്ടറി ഗോവിന്ദ് ശാസ്ത്രമംഗലം. ഇതൊരു അറിയിപ്പായിട്ട് എല്ലാ പത്രങ്ങളും എല്ലാ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ബ്ലോഗർമാരും നൽകണം. തിരുവനന്തപുരത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ്. വയലാറിനെക്കുറിച്ച് പുതുതലമുറയ്ക്ക് പഴയ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ 10 ദിവസത്തെയും ഗാനാപലനത്തിൽ നല്ല പ്രചരണം സിറ്റിയിലും നെയ്യാറ്റിൻകരയും നെടുമങ്ങാട് ആറ്റിങ്ങലും കൊടുക്കണം സോഷ്യൽ മീഡിയ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്രസമ്മേളനം അവസാനിക്കുന്നു.